അന്ന് ഞാൻ നിന്നെ നോക്കി മീശ വെച്ചപ്പോ നീ എന്താണ് പറഞ്ഞത്? ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ കയറി മോട്ടിക്കാനല്ലേ? ഈ മീശ മാധവൻ ആരെങ്കിലും മുഖത്ത് നോക്കി മീശ വിരിച്ചിട്ടുണ്ടെങ്കിൽ അന്നാന്റെ വീട്ടിൽ കയറുകയും ചെയ്യും, എന്തെങ്കിലും കക്കുകയും ചെയ്യും. മീശ മാധവൻ മോട്ടിച്ചൊന്നും ഈ ചേക്ക് വിട്ട് പുറത്തു പോയിട്ടില്ല. മീശ വരിച്ച് ഈ ചാടില്ല, മീശ ഫുള്ളും കൊഴിഞ്ഞു പോയി. അല്ല, ഒറ്റയ്ക്കിന്ന് കഥ പറയാൻ ഞാൻ രമേശ് പിഷാരടി. കാര്യത്തിലേക്ക് വരാം. ഇതെന്താ മാധവൻ ഈ നേരത്തെ ഇവിടെ? എന്റെ പെങ്ങളെ കല്യാണം വിളിക്കാൻ വന്നത്. നീയും വരണം, പിള്ളേച്ചനും വരണം. അതിനെന്തിനാ രഹസ്യമായി പറയണേ? ഇത് രഹസ്യമായിട്ട് നടത്തുന്ന കല്യാണം, അതുകൊണ്ടാ രഹസ്യമായിട്ട് പറയുന്നത്. നീ കിടന്ന് ഉറങ്ങാൻ നോക്കെങ്കിലേ നിന്റെ അരിഞ്ഞോണ്ട് നീ കക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഉറക്കം വരുന്നില്ല. കിടന്ന് ഉറങ്ങടി, ഞാൻ താരാട്ട് പാട്ട് പാടിത്തരാൻ പോരെ? എന്നാ ഞാൻ ഇറങ്ങാം. പൊന്നീ വാവാവോ പൊന്നുണ്ണി വാവോ പൊന്നീ. അയ്യോ വേണ്ട, ഈ പാട്ടോട്ട് എനിക്ക് എന്നെ ഉറക്കം പറഞ്ഞു. ഇനി അരിഞ്ഞാണം കക്കാം. തടവാള മൊയ്പിയിലേക്ക് ഇവിടെ തന്നെ ഉണ്ടല്ല. ഇനി അരിഞ്ഞാണം മോട്ടിക്കാം. ഇതെന്തോന്ന് പാവാടര വള്ളിയാ? പോ അങ്ങോട്ട്. അരിഞ്ഞാണം. കൊളുത്ത് കാണാനില്ലല്ലോ. നിന്റെ കൊളുത്ത് എവിടെ പോയത്? രുക്മിണി, അരിഞ്ഞാണത്തിന്റെ കൊളുത്ത് എവിടെയടി? അതവിടെ എവിടെയെങ്കിലും കാണും. ശരിക്കും നോക്ക്. കണ്ടില്ല, ഒന്ന് ഇടിക്കുമായിരുന്നെങ്കിൽ കാണായിരുന്നു. പിള്ളേച്ചൻ കയറി ഒന്ന് പൊളിഞ്ഞ് പെട്ടെന്ന് പിടി. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഹലോ, ഞാനാടി. എന്തോ ഞാനും ആടി. അയ്യോ, മാധവേട്ടൻ എന്റെ 10 പവന്റെ മാല മോഷ്ടിച്ചേ. അയ്യോ, മാധവേട്ടൻ എന്റെ 15 പവന്റെ മാല മോഷ്ടിച്ചേ. ഞാൻ നിന്റെ അരിഞ്ഞാണം മാത്രമേ കണ്ടിട്ടുള്ളൂ. അരിഞ്ഞാണെന്ന് പറയുമ്പോ ഒരു സുഖൂല. 10 പവന്റെ മാല എന്നൊക്കെ പറയുമ്പോ ഇച്ചിരി കുമ്മുള്ളൂന്നേ. മാധവൻ കള്ളൻ. അത് മുഖത്തെഴുതി ഒട്ടിച്ചിട്ടുണ്ട്. ഒരാത്തേടി നാട്ടുകാർക്കും അറിയാം. മാധവൻ എങ്ങനെ കള്ളനായെന്ന് അറിയാമോ? ഇല്ല. ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ ഞാനൊരു പറഞ്ഞു മാവാ. എടി പറയാന്ന്. നമ്മൾ പണ്ട് LP സ്കൂളിൽ പഠിക്കുമ്പോ നിന്നെ എന്റെ ഈ തോളത്തെടുത്ത് വെച്ച് ആ മാങ്ങ നമ്മൾ കട്ട് നിന്നേക്കാൻ നീ മറന്നോ? ഒരൊറ്റ മോഷണത്തിൽ തന്നെ നമ്മൾ ഇത്രയും അടുക്കും ഞാൻ വിചാരിച്ചതേ ഇല്ല. ആ കൈ കിടക്കണ മോതിരം അങ്ങനെ ഇട്ടേക്ക്. മോഷിച്ചോണ്ട് പോവാൻ നോക്കാണ് കള്ള മാധവ. അയ്യോ, ഇപ്പൊ മാപ്പച്ചി, ഇനി ഞാൻ നിങ്ങളെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കാം? എനിക്കറിഞ്ഞൂടാ. അവിടെ ഒളിപ്പിക്കും. കാക്ക കൊത്താതിരിക്കാൻ വേണ്ടി വലയിട്ടേ. കടലിന്ന് വലയിട്ട് പിടിച്ച സ്രാവാ. നീ എന്നെ വലയിലാക്കാൻ വേണ്ടി ഈ വീടിന്റെ 4 മുക്കും വല പിടിച്ചു വെച്ചേക്കായിരുന്നല്ലേ? എന്തായാലും ആ വലയിൽ ഞാൻ തന്നെ കുടുങ്ങി.
നിനക്ക് എന്നെ കെട്ടിച്ചേരാന്നാ ആ പിള്ളേച്ചൻ പറഞ്ഞത്. ഞാൻ കെട്ടണത് ഒരു 6 അടി പൊക്കമുള്ള ഒരാളെയാ. ഇങ്ങോട്ട് വരി. 6 അടി വേണമെന്നല്ലേ പറഞ്ഞേ? ഇത് 6.5 അടി ഉണ്ട്. 6 അടി എടുത്ത് നീ 6 അടി മുറിച്ചു കളഞ്ഞോ? ഓ അതല്ല പറഞ്ഞേ. ഞാൻ കെട്ടണത് ഒരു ജയനെ പോലെ നല്ല ശക്തിമാനെയാ ഞാൻ കെട്ടണത്. കൊമ്പിൽ കിലുക്കും കെട്ടി ഉള്ളരിഞ്ഞ പന്തുരുത്തി നാടൻ വെച്ച കുഞ്ഞിക്കുളം പഠിച്ചോടിക്കോകാളെ മടിക്കാളെ. ഇതാരിത്? ജയൻ തോൽവി. ഇത് എടി ഇത് കരിമ്പുരയിലെ ജയനാണ്. എങ്ങനുണ്ട്? അല്ല ഇതെന്ത്? ഇതാണ് ചെത്തുകള്ള്. വീട്ടിലെ ഫ്ലാസ്ക് മോശോണ്ട് പോവാന്നാണ് കള്ളമാതാ. ഇങ്ങടുത്താ നിന്റെ വട്ടപ്പേര് പറടാ. മീശമാധവൻ. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോ നിന്റെ മുഖത്ത് ഈ മീശ പാടില്ല, ഫുള്ള് വടിച്ചേച്ച് വരണം കേട്ടടാ. സാറേ സാർ CP ആയിട്ട് സാറിന് ഒരു ഫിഗർ ഇല്ലല്ലോ. എടാ ഫിഗർ ഉണ്ടായിരുന്നു, ഷുഗർ വന്നപ്പോ ഫിഗർ പോയി. നീ പിള്ളേച്ചന്റെ വീട്ടിൽ കയറി മോഷ്ടിക്കുന്നുണ്ടാ. അയ്യോ അയ്യോ എന്റെ കാല് പോയേ. അയ്യോ എന്റെ കാലിന്റെ ചിരട്ട പോയേ. അയ്യോ എന്റെ കാലിന്റെ ചിരട്ട പോയേ. എടി വന്ന് തിരിമടി നോക്കി നിൽക്കാതെ. അയ്യോ അയ്യോ. തേങ്ങ തിരുവി കഴിഞ്ഞെങ്കിൽ ചിരട്ട അങ്ങോട്ട്. ഈ രുക്മിണിയെ ഞാൻ കെട്ടാൻ പോന്ന പെണ്ണ. നീ വേഗം ഇവിടുന്ന് സ്ഥലം കളിക്കോ. പോടാ ഇങ്ങ് മാറി. എന്താ പറഞ്ഞത്? ഞാനേ ഈ മാധവേട്ടനെ കെട്ടത്തുള്ളൂ. ഓഹോ അപ്പൊ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായി, ഞാൻ മാത്രം ഒറ്റയ്ക്ക്. എന്നാ നിങ്ങളൊന്ന് ചേർന്ന് നിന്നേ. നമ്മളെ കല്യാണം കഴിപ്പിക്കാനായി. ആ ചെലപ്പോ ആയിരിക്കും. അയ്യോ എടാ ഞാൻ ഈ ചേക്കിലെ ദേവീന്റെ വിഗ്രഹം അടിച്ചു മാറ്റിട്ടേ ആ പൊട്ടക്കിണറ്റിലിട്ടുണ്ട്. പക്ഷെ നാട്ടുകാർ വിചാരിച്ചത് അത് നീയാ മോഷ്ടിച്ചെന്നാ. ഇനി നീ നാട്ടിലോട്ട് ഇറങ്ങുമ്പോ നിന്നെ നാട്ടുകാർ തല്ലി കൊല്ലുവടാ. എന്തോന്ന്? എടാ പൊട്ട, ഞാൻ ഇവിടുത്തെ ദേവീന്റെ വിഗ്രഹം മോട്ടിച്ചിട്ടേ ആ പൊട്ടക്കിണറ്റിലിട്ടുണ്ട്. പക്ഷെ നാട്ടുകാർ വിചാരിച്ചിട്ട് എന്താ നീയാ മോഷ്ടിച്ചെന്നാ. ആ ഇതെന്തോന്ന് മനസ്സിലായ? ഇത് മൊബൈല്. ഈ മീശ മാധവൻ പണ്ട് ഇറങ്ങുന്ന സമയത്തെ ഈ മൊബൈൽ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ മൊബൈലുണ്ട്. നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൽ പതിഞ്ഞിട്ടുണ്ട്. ജനങ്ങളെല്ലാം ലൈവായിട്ട് കണ്ടിട്ടുണ്ട് എല്ലാം. അയ്യോ ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോ സാറിന്റെ മുഖത്ത് ഈ മീശ കാണാൻ പാടില്ല, വടിച്ചേച്ച് വരണം. എന്തിന്? ഈ ചേക്കിൽ ഒരു കള്ളം മതി, അത് ഈ മീശ മാധവനാ. അവിടെ അയ്യല്ലേ